കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആധാരം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് സത്യഭാമ കേസ് കൊടുത്ത അവരുടെ വീടിന്റെ ആധാരം മാത്രം ആവില്ല പോളച്ചന്റെ ലോക്കറിന്ന് പോലീസ് പൊക്കുക. ഓപ്പറേഷൻ കുബേരയെന്നും സ്വർണ്ണക്കടത്തിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ. ഇൻകം ടാക്സും കസ്റ്റംസും IRSും എല്ലാം കൂടി കേറി അങ്ങ് മേഞ്ഞാലേ ഇപ്പൊ സ്വർണം തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസിന്റെ പാത്രമെടുത്ത് മാറ്റിവെക്കുന്നത് നല്ലതാ പോളച്ച. വയസ്സുകാലത്ത് ഭാര്യയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങുമ്പോ പിച്ചച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം. നിർത്ത്. ചടങ്ങുകളെല്ലാം നിർത്തിവെക്കണം. നിങ്ങൾ എന്തായി പറയുന്നേ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 30 പവൻ പൊന്നും 10 ലക്ഷം രൂപയും തിരിച്ചു തരണം. എന്നിട്ട് മതി കല്യാണവും മംഗല്യം എല്ലാം. ഒരു മംഗളകാര്യം നടക്കുന്നതിന്റെ ഇടയിൽ വന്ന് അലമ്പുണ്ടാക്കിയിട്ടുണ്ടല്ലോ. വിഷ്ണു ആരാണ് താൻ അറിയും. സത്യഭാമയുടെ മകൻ വിഷ്ണു. വിഷ്ണു അമ്മേ, ഇയാൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് അയാളെ വിടാനാ നിന്നോട് പറഞ്ഞത്. അമ്മേ വിടാൻ. ഈ കല്യാണം മുടങ്ങും. മുടക്കുന്നത് പക്ഷേ പോളച്ചനോ ഞാനോ ഒന്നും അല്ല, പ്രതിശ്രുത വധുവിന്റെ പുന്നാരനിയത്തി തന്നെ, നിന്റെ പ്രിയ പത്നി ശാലിനി. അതെ, നീ തന്നെ. മോഷണം മുതൽ കൊണ്ട് ചേച്ചിയുടെ പള്ളിക്കെട്ട് അങ്ങ് നടത്താന്ന് കരുതി നീ അല്ലടി? മോഷണം മുതലോ? നിനക്കൊന്നും അറിയില്ല അല്ലടി? അപ്പൊ പിന്നെ എന്റെ വീടിന്റെ ആധാരം എങ്ങനെയാടി പോളച്ചന്റെ ലോക്കറിനുള്ളിലായത്? എടി, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്ത് തരുമായിരുന്നു. വീടിന്റെ ആധാരമല്ല, 30-ന് പകരം 300 പവൻ. എന്തിനു വേണ്ടിയാണെങ്കിലും എന്റെ മരുമകൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിന്റെ കുറച്ചിൽ എനിക്ക് തന്നെ അടി.
അതിനു പകരം എന്റെ വീടിന്റെ അലമാരയെന്ന് എന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെക്കാനുള്ള നിന്റെ മിടുക്കുണ്ടല്ലോ. അതിനാ നിനക്കൊരു കുതിരപ്പാവൻ സമ്മാനമായി തരേണ്ടത്. അല്ല, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും മറ്റൊരു പേരുണ്ടെങ്കിൽ അത് കുടുംബശ്രീ ശാരദയാണെന്നല്ലേ സങ്കല്പം. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും ചേർന്ന് ചെയ്യുന്നതെല്ലാം കള്ളവും ചതിയും വഞ്ചനയും മാത്രം. ശാരദാമ്മേ, ഇതെവിടുത്തെ നീതിയാ? എനിക്കത് മനസ്സിലാവുന്നില്ല. സത്യമേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടില്ല. ഞാൻ പണയം വെച്ച് പണം എടുത്തത് ഈ വീടും ഹോട്ടൽ ഒരുക്കുന്ന ഭൂമിയുടെ ആധാരത്തിലാ. ഈ വീടിന് എവിടെയാടി ആധാരം? അതിരിക്കുന്നത് എന്റെ വീട്ടിലെ അലമാരയിലല്ലേ? എന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? ഈ വീടിന്റെ ആധാരം എന്റെ അച്ഛന്റെ പേരിലാ, ഗോപാലകൃഷ്ണന്റെ. നോമിനി അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് എന്റെ അമ്മ ശാരദ. നിയമപ്രകാരമുള്ള ഒരു വിവാഹം പോലും കഴിയാതെ എന്റെ അച്ഛന്റെ കൂടെ പൊറുക്കുന്ന നിങ്ങളുടെ അലമാരയിൽ എങ്ങനാ ഈ വീടിന്റെ ആധാരം ഇരിക്കുന്നേ? അതെ, മതി മതി. നിങ്ങളുടെ കുടുംബ വഴക്ക് തീർക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. എന്റെ വീടിന്റെ ആധാരം മടക്കി മേടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സത്യമേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ ആധാരം എടുത്തിട്ടില്ല. ഞാൻ പണയം വെച്ചത് എന്റെ വീടിന്റെ ആധാരം. മതി, കൂടുതൽ സംസാരം വേണ്ട. പൊളച്ച, ആരുടെ വീടിന്റെ ആധാരമാ ശാലിനി നിങ്ങളുടെ കയ്യിൽ പണയം വെച്ചിരിക്കുന്നത്? സത്യാമ്മയുടെ. കള്ളം പറയാ. ആരും ഇയാളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതാ. സത്യാമ്മയുടെ വീടിന്റെ ആധാരം വാങ്ങി വെച്ചിട്ട് ഇയാളെന്തിനാ എനിക്ക് സ്വർണവും പണവും തരുന്നേ? അതിനൊരു കാരണമുണ്ട്. സത്യാമ്മയുടെ മകൻ ഈ നിൽക്കുന്ന വിഷ്ണു തന്നെയാ ശാലിനി ഒരു ആധാരമായിട്ട് വരുമെന്നും ചോദിക്കുന്ന ചെയ്തു കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞത്. പിന്നെ ഞാനതിനെ സംശയിക്കണം? സ്വന്തം മകൻ ഒരമ്മയുടെ കാര്യത്തിൽ കള്ളം കാണിക്കുവോ? ഇല്ലല്ലോ. അമ്മ, അത് അമ്മ, നമുക്കിതൊക്കെ പിന്നീട് സംസാരിക്കാം. ആദ്യം കല്യാണം നടന്നോട്ടെ. അതെങ്ങനെ ശരിയാവും വിഷ്ണു? ആദ്യം ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാവട്ടെ. ഇക്കൂട്ടത്തിലുള്ള പലരുടെയും ജീവിത പ്രശ്നം ഇത്. കല്യാണമൊക്കെ നമുക്ക് പിന്നെ നടത്താലോ. നിങ്ങളും മിണ്ടരുത്. വിഷ്ണു, മതി. നീ സംസാരിക്കാൻ വരട്ടെ. ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറയും. ശാലിനിക്ക് പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നീ പോളച്ചനെ വിളിച്ചിരുന്നോ? അമ്മ, വിളിച്ചിരുന്നു. പക്ഷേ അത് ശാലിനിക്ക് ശാരദമ്മ കൊടുത്ത ആധാരത്തിന്റെ കാര്യം പറയാനാണ്. ഞാൻ കൊടുത്തത് ഈ വീടിന്റെ ആധാരം തന്നെയാ, സത്യാമ്മയുടേതല്ല. ഒരിക്കലുമല്ല. ഈ കുട്ടി എനിക്ക് തന്നത് സത്യാമ്മയുടെ വീടിന്റെ ആധാരമാ. സത്യാമ്മയുടെ മൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വർണവും പണവും കൊടുക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ എന്റെ വീടിന്റെ ആധാരം എവിടെ? അതെ, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അങ്ങനെയാണെങ്കിൽ സത്യാമ്മയെ ചതിച്ചത് ഞാനല്ല. എന്റെ വീടിന്റെ ആധാരത്തിന് പകരം നിങ്ങളുടെ വീടിന്റെ ആധാരം മാറ്റിവെച്ചതും നിങ്ങളെയും എന്നെയും ഒരുപോലെ ചതിച്ചതും ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും.
ഞാനല്ല അമ്മ, ഞാൻ ആധാരം മാറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ എന്റെ വീടിന്റെ ആധാരത്തിന് പകരം സത്യമ്മയുടെ വീടിന്റെ ആധാരം മാറ്റിവെച്ചതും ഈ കൂടി നിൽക്കുന്നവരുടെ എല്ലാം മുന്നിൽ ശാരദാമ്മയും മക്കളെയും അപമാനത്തിന്റെ തീച്ചുളയിലേക്ക് എറിഞ്ഞു കൊടുത്തതും നിങ്ങൾ ഒറ്റൊരുത്തന. നിർത്ത. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ പൊറാട്ട നാടകം കാണാനല്ല ഞാൻ വന്നത്. എന്റെ വീടിന്റെ ആധാരം മടക്കി വാങ്ങാനാ. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ് ഭാമാന്റി. ശാരികയുടെ കല്യാണം നടത്താൻ ശാലിനി പെടാപ്പാട് പെടുന്നത് കണ്ടപ്പോ ഭർത്താവായ വിഷ്ണുവേട്ടന് സങ്കടം തോന്നിയിട്ടുണ്ടാവും. മോഷണ മുതലിന് പരമാവധി വില കിട്ടാൻ ഒരു ഹെൽപ്പ് ചെയ്തതാ ആധാരം എടുത്തു കൊടുത്തത്. ഭാര്യയെ ഭർത്താവ് സഹായിക്കുന്നത് ഒരു കുറ്റമാണോ? അല്ലല്ലോ. പൊളച്ച, എനിക്കൊരു മകനുണ്ടായിരുന്നു. അമ്മയുടെ വാക്ക് മാത്രം കേട്ട് നടക്കുന്നവൻ. അമ്മ ദൈവമാണെന്നും പറഞ്ഞ് അമ്മയെന്ന് നെഞ്ചിൽ പച്ചകുത്തി നടക്കുന്നവൻ. കുറെ നാള് മുമ്പ് ആ മകൻ എനിക്ക് കൈമോശം വന്നു. കൃത്യമായി പറഞ്ഞ അവന്റെ വിവാഹത്തോടെ. ഭാര്യയുടെ ചരടുവലിക്കൊപ്പം ആടുന്ന ഒരു പാവ മാത്രം അവനിപ്പോ. അവൻ ചെയ്യുന്നതിനൊന്നും ഇപ്പൊ ഈ സത്യഭാമ ഉത്തരവാദിയല്ല. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. ആദ്യം എന്റെ മകനെ തട്ടിയെടുത്തു. ഇപ്പോ എന്റെ വീടിന്റെ അടിക്കല്ല് വിളക്കി എന്റെ കുടുംബം നശിപ്പിക്കാൻ. സത്യമേ, ഇക്കണക്കിന് പോയ ഈ കൂനാച്ചി പുര ഇരിക്കുന്നിടത്ത് കൊട്ടാരം പണിയല്ലോടി നീ. എന്റെ രാഘവേട്ടനെ വീൽ ചെയറിൽ ഇരുത്തി ഞങ്ങളെ അങ്ങ് തെരുവിലിറക്കാനായിരുന്നു നിന്റെ ഉദ്ദേശമല്ലേ? സത്യമേ, മിടുക്കിയ ശാരദ നിങ്ങളുടെ മകള്. മിടുക്കി, മിടുമിടുക്കി. എന്റെ മകനെ വലയെറിഞ്ഞു പിടിച്ചത് തന്നെ സത്യഭാമയുടെ പണപ്പെട്ടിയിൽ കണ്ണു വെച്ചിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴാ ബോധ്യമായത്. പക്ഷേ സത്യഭാമ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നീയൊന്നും. ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. ഇതിലെന്തോ കുഴപ്പമുണ്ട് സത്യമേ. ശാലിനി അങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. സന്തോഷം. അപ്പൊ കുഴപ്പമുണ്ടെന്ന് ശാരദയ്ക്ക് മനസ്സിലായല്ലോ. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളുടെ മകളാ. അതിനുള്ള പരിഹാരവും ഇവള് തന്നെ കാണണം. എനിക്ക് എന്റെ വീടിന്റെ ആധാരം മടക്കി കിട്ടിയിരിക്കണം ഇന്ന് വൈകുന്നേരത്തിനകം. ഇല്ലെങ്കിൽ ആ ശിക്ഷ ഇവള് താങ്ങില്ല ശാരദ. ഇത് സത്യഭാമയുടെ തീരുമാനോ? ഞാൻ എന്റെ കുഞ്ഞിന്റെ കൈ കൊണ്ടു കൊടുത്തത് ഈ വീടിന്റെ ആധാരം തന്നെയാ. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞത് പ്രകാരം പണയത്തിലിരിക്കുന്നത് സത്യാമ്മയുടെ വീടിന്റെ ആധാരവും. അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തുന്നതിനുള്ള 30 പവനും 10 ലക്ഷം രൂപയും ഇപ്പൊ കള്ളി പൊളിഞ്ഞില്ലേ ഭാമാന്റി? ഈ വീടിന്റെ ആധാരം എന്ന് പറഞ്ഞ് ശാലിനി ഒരു കഥ കെട്ടിച്ചമച്ചതാ. അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തിട്ട് ആന്റിയുടെ ആധാരം തിരിച്ചെടുത്താ പോരെ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ശാരി മോളുടെ വിവാഹ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ ആധാരം കൈമോശം വന്നതാണെങ്കിൽ
അത് കണ്ടെടുക്കാൻ ഇത്തിരി സാവകാശം വേണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബലേഭേഷ് കൊള്ളാം. ചുരുക്കി പറഞ്ഞ ഈ വിവാഹം മുടങ്ങാതിരിക്കാൻ ഞാൻ സഹായിക്കണമെന്നർത്ഥം. എന്റെ വീടിന്റെ ആധാരം കാശ് കൊടുത്ത് തിരിച്ചെടുക്കാൻ എനിക്ക് 3 നിമിഷം മതി ശാരദാമേ. പക്ഷേ നിങ്ങളെ ഒരു വിധത്തിലും ഞാൻ സഹായിക്കില്ല. കാരണം തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയും നിങ്ങൾ തന്നെ അനുഭവിച്ചേ തീരൂ. ഇന്ന് വൈകിട്ട് 6 മണി വരെ അത്രയുള്ളൂ നിങ്ങൾക്കുള്ള സമയം. ഓർമ്മയുണ്ടാവണം. അത് കഴിഞ്ഞ് നിനക്ക് സത്യഭാമയുടെ വീട്ടിൽ പ്രവേശനമില്ല. മേലിൽ സത്യഭാമയുടെ മുതലിൽ കൈവെക്കുമ്പോ നിനക്ക് ഓർമ്മയുണ്ടാവണം ഈ ശിക്ഷ. സത്യവതിയല്ലേ നിങ്ങളുടെ മകൾ? ഈ അഗ്നി പരീക്ഷ ജയിച്ചു വരാൻ പറയും. എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോ 6 മണി. ബാക്കി പൊളിച്ചടുക്കിക്കോ ചേച്ചി. ഞാൻ ഏറ്റു മോളെ. ഇന്ന് നമ്മുടെ ദിവസമല്ലേ? രാജേശ്വരി ഇടപെട്ടതുകൊണ്ട് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. ശാലിനി ഒരിക്കലും മോഷ്ടിക്കില്ല. അപ്പൊ എങ്ങനെയാ പോളച്ച? നിങ്ങളുടെ 30 പവനും 10 ലക്ഷവും കടലിൽ കളയാൻ പോവാണോ? കെട്ട് നടന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലേ? ഓർത്താ നിങ്ങക്ക് തന്നെ കൊള്ളാം. അല്ല, കൊള്ളാല നാടകം. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലൊരു കുടുംബത്തിൽ നിന്നാണോ എന്റെ മകൻ പെണ്ണ് കെട്ടേണ്ടത്? അമ്മേ, ഞാൻ പറയുന്ന പൊന്നെടുക്കാൻ പണമില്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ. കട്ടും മോഷ്ടിച്ച് നടത്തുന്ന കല്യാണത്തിന് പിന്നാലെ വീട്ടിൽ പോലീസ് കയറി നിറങ്ങാനേ ഈ വിജയലക്ഷ്മി സമ്മതിക്കില്ല. വിജയന്റി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. നീ മുൻകൈ എടുത്ത് ഈ വിവാഹം നടത്തുമെന്നാ ഞാൻ കരുതിയത്. ഒടുവിൽ നീ തന്നെ ഈ കല്യാണം മുടക്കി.